പ്രിയരെ നമസ്കാരം. ഞാൻ ജയകുമാർ അതിരപ്പള്ളി. ഇന്ന് നമ്മൾ കുറച്ച് ചക്ക എങ്ങനെ ഉലർത്തിയെടുക്കാം എന്നാണ് നോക്കുന്നത്. നമുക്കറിയാലോ, ചക്ക സംസ്ഥാന ഫലമാണ്. നമ്മുടെ പച്ചക്കറിയായും പഴവർഗ്ഗമായും ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യരക്ഷയ്ക്ക് ഉതകുന്ന ഒരു ഫലവൃക്ഷമാണ് പ്ലാവ്. ധാരാളം പ്ലാവുകൾ നമ്മൾ കൃഷി ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ആരോഗ്യരക്ഷ കാത്തു സൂക്ഷിക്കുന്നതിൽ പ്ലാവിനും ചക്കയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. നമുക്കതെങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് വളരെ ലളിതമായിട്ട് നോക്കാം. ഓക്കെ, നമ്മൾ ചക്ക നമ്മൾ എടുത്തിട്ടുണ്ട്. ചക്ക വളരെ കുറച്ച് ഉള്ളൂ. അത് നമ്മൾ എടുത്ത് അതിൽ അല്പം മഞ്ഞൾ പൊടി വിതറി അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിച്ചു. അതിന് ശേഷം നമ്മുടെ 5-6 ഉള്ളി, ചുവന്നുള്ളിയും പിന്നെ 3-4 വെളുത്തുള്ളിയും അല്ലിയും എടുത്ത് ചതച്ച് അത് ഈ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് പൊട്ടി കഴിയുമ്പോൾ ഇട്ട് അത് പാകമാക്കിയെടുത്തു. ഒപ്പം അല്പം വേപ്പിലയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചക്ക ഇടുകയാണ്. ഇത് നമ്മൾ ആവിയിൽ വേവിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ ചക്ക ഇതിലേക്ക് ചക്ക ഇട്ടു. ഇനി ഒരു പ്രശ്നവുമില്ല. ഈ ചക്ക പതുക്കനെ വഴറ്റി വൃത്തിയാക്കി കഴിഞ്ഞ് നമുക്കിത് മൂടി വയ്ക്കും. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം, ശ്രദ്ധിക്കണം. കാരണം നമ്മൾ അധികം വെള്ളം പുഴുങ്ങിയല്ല എടുക്കുന്നത്, വെള്ളം ഒഴിച്ച് വേവിക്കുകയല്ല, നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ഈ ചക്ക. അപ്പോൾ അതിന് ടേസ്റ്റ് കൂടുമ്പോൾ നമ്മൾ ആവിയിൽ വേവിക്കാനാണ് പോകുന്നത്. അല്പം കുറച്ച് ചക്ക പിണങ്ങാണ്ടിരിക്കാൻ നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ ഇറ്റിച്ചു കൊടുക്കും കേട്ടോ. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഇറ്റിച്ചു കൊടുത്ത് നമ്മൾ സമാധാനപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അല്പം അതുപോലെ തന്നെ അല്പം ഉപ്പ് ഇങ്ങനെ ഇറ്റിച്ചു കൊടുക്കും. ഉപ്പ് കുറച്ച് വിതറി കൊടുത്ത് ആവശ്യത്തിന് കേട്ടോ. നമ്മൾ വേറുമ്പോഴൊക്കെ സൂക്ഷിക്കണം. കൂടുതലായി പോയാൽ പിന്നെ കച്ചിട്ട് ഇത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി മറിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി മറിച്ച് ഒന്നും കൂടി കുറച്ച് വേണമെങ്കിൽ വെള്ളം ഇങ്ങനെ തെളിച്ച് ഒന്നും ചെയ്യാനില്ല. അതങ്ങനെ അടച്ച് വെച്ചിത് ഫ്ലെയിം ഏറ്റവും കുറവിൽ വെച്ച് ഇനി വേവിക്കുകയാണ്. അത് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചക്ക വേവിച്ച് നമുക്ക് ചക്കപ്പുഴുക്ക് പോലെ അല്ലെങ്കിൽ ചക്ക മെഴുക്ക് വരട്ടി പോലെ എന്ത് പേര് വേണമെങ്കിൽ വിളിക്കാവുന്ന രീതിയിൽ ഇത് നമുക്ക് നല്ലൊരു കൂട്ടുകറിയായിട്ട് കിട്ടും. ഓക്കെ, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. മക്കൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കൗതുകകരമായിട്ട് തന്നെ ട്രൈ ചെയ്യണം. വളരെ ആരോഗ്യ രക്ഷയ്ക്ക് വളരെ ഉതകുന്ന ഒരു ഭക്ഷണമാണ്. നമ്മുടെ പച്ചക്കറിയായും പഴവർഗ്ഗമായും ഒക്കെ ഉപയോഗിക്കാവുന്ന ചക്കക്കുരുവിൻ്റെ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ടാകും. അത് വഴിയേ നിങ്ങൾക്ക് ഓരോ റീലിലായിട്ടും ഓരോ വീഡിയോയിലായിട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചക്ക കൊണ്ട് ചക്ക മിക്സർ, ചക്ക അവലോസുണ്ട, ചക്ക പായസം, ചക്ക മിക്സർ, ചക്ക മീൻ വറുത്തത്, പിന്നെ ചക്കയുടെ കോഴിക്കറി പോലെ ഇരിക്കുന്ന ചക്കയുടെ ഇടിച്ചക്ക കൊണ്ടുള്ള കറി ഉണ്ടാക്കുന്ന ഇത് പലർക്കും നോൺ വെജ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അവർക്ക് ഈ വെജ് കൊണ്ട് തന്നെ നമ്മൾ നോൺ വെജ് പോലെ കറി ഉണ്ടാക്കി കൊടുക്കുന്ന രീതി ഇതെല്ലാം നമുക്ക് വഴിയേ നമുക്ക് ഓരോ വീഡിയോയിലായിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, എല്ലാവരും തുടർന്നും വീഡിയോകൾ കാണുകയും ഷെയർ ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം, ലൈക്ക് അടിക്കണം. ഓക്കെ, നന്ദി, നമസ്കാരം.